പഴയ പ്ലാസ്റ്റിക് പാട്ട നോട്ട് ബുക്കുകളും കൂടെ കണ്ടോ? ഹലോ, പഴയ പ്ലാസ്റ്റിക് നോട്ട് ബുക്ക് പാത്രങ്ങളൊന്നും കൂടെ കണ്ടോ? ഹലോ 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 ഒന്ന് നിൽക്കേ. അതെ, നിങ്ങളല്ലേ കോയ? അതെ. ആ, മറ്റേ സ്കൂളിലെ PTA പ്രസിഡന്റ്. 3 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് PTA പ്രസിഡന്റ്. ഇപ്പൊ പടത്തോന്റെ സഹായം കൊണ്ട് അടുത്ത കൊല്ലന്റെ കുട്ടി 7ാം ക്ലാസ് പാസ്സായില്ലെങ്കിൽ ഞാൻ തന്നെ പ്രസിഡന്റ്. അല്ല, അപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കണില്ലേ? എന്ത് തെരഞ്ഞെടുപ്പോ? ആകെ 10-500 കുട്ടികളുണ്ട്. അവറ്റയുടെ മാതാപിതാക്കളെ ഒരു പൊതുയോഗത്തിന് വിളിച്ചാലും കൂടി വരില്ല. ഞങ്ങൾ വരില്ല. ഞാനാകെ തിരക്കല്ലേ. നിൽക്കും തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യത്തിനും കെട്ടിത്തിരിയാ ഞങ്ങൾ ഒരു 6-7 പേരെണ്ണല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ ഒരു ഇത്തിരി വിവരവും വിവേകമുള്ള ഒരാളെന്നുള്ള നിലക്ക് ഇന്നെയാണ് പ്രസിഡന്റ് ആക്കല്. അത് ശരി, അത് നന്നായി. അതെ കോയക്ക, നിങ്ങൾ വിചാരിച്ച ഹെഡ് മാഷ് ഒന്ന് വരട്ടാൻ പറ്റൂ? ടീച്ചറിനെ ഞാൻ വരട്ടും, ഹെഡ് മാഷിനെ ഞാൻ വേർപ്പിക്കും. എന്താ കാര്യം? അതെ, എന്നാ മണ്ടോതിരി ടീച്ചർ ഉണ്ടല്ലോ ആ സ്കൂളിലെ, ആ ടീച്ചറെ ഒന്ന് വരട്ടണം നിങ്ങള്. ആ മണ്ടോതിരി ടീച്ചർ എന്റെ കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇന്നോട് ചോദിക്കണ്ടോ? അവിടുത്തെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് പോകുമ്പോ മാസമാർക്ക് കഞ്ഞി വേണമെങ്കിൽ ഇന്നോട് ചോദിക്കും. വീട്ടിലേക്ക് മുട്ട കൊണ്ടുപോകണമെങ്കിൽ ഇന്നോട് ചോദിക്കും. ഇത് മാത്രം എന്നോട് ചോദിച്ചില്ല. യൂണിഫോം ഇല്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ ആ മണ്ടോതിരി ടീച്ചർ എന്റെ കുട്ടീനെ പൊരി വെയിലത്ത് ഒറ്റക്കാലിൽ നിർത്തി. ഒരു കാലില്ലാത്ത കുട്ടീനെ ജാതി പണി. കുട്ടിക്ക് കാലുണ്ട്. പിന്നെന്തേ? എന്റെ കുട്ടിക്ക് 2 കാലുണ്ട്. പക്ഷെ ഈ ടീച്ചർ ഒരു കാലിൽ നിന്നാ മതി എന്ന് പറഞ്ഞ പിന്നെ ഓൻ എന്താ കാട്ടുക? അപ്പൊ ഇത് ശിക്ഷയാണ്. ശിക്ഷയാണ്. ഇപ്പൊ ഇത് എത്ര ദിവസം കഴിഞ്ഞിപ്പോ? ഇതിപ്പോ ഇന്നലെ ആദ്യത്തെ പീരീഡ്. അപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞ്. ഇനിയിപ്പോ ചർച്ച വെക്കണോ PTA വിളിച്ചു കൂട്ടണോ? അത് ശരി. അപ്പൊ ഈ ചർച്ച ഇത് എത്ര നീളും? അതിപ്പോ ചായയും ബിസ്ക്കറ്റൊന്നും മീറ്റിംഗ് ഇല്ല, വേഗം കഴിയും. കൊയക്ക, അടുത്ത പള്ളിക്കൂടം തുറപ്പിന് മുമ്പ് ഇതൊക്കെ നടക്കുവോ? അതിപ്പോ മാർച്ച് പകുതിയോളൊക്കെ ആവും. മാർച്ച് പകുതിയോളോ? അപ്പൊ അതുവരെ എന്റെ കുട്ടി വീട്ടിലിരിക്കണോ? കൊയക്ക, നിങ്ങൾ വിചാരിച്ച എന്തായാലും നടക്കില്ലേ? എന്റെ ചങ്ങായി, ഇത് മരണറിയിപ്പ് അറിയിക്കണമാരൊന്നും PTA വിളിച്ചു കൂട്ടാൻ പറ്റില്ല. തന്നെ ഞങ്ങൾ എടുക്കണ തീരുമാനം 7 അറിയിക്കണം. പിന്നെ മൂപ്പര് വന്നിട്ട് വേണം ഇതിനൊരു നടപടിയൊക്കെ എടുക്കാൻ. അപ്പൊ എന്റെ മോനെതിരെ ഇനി നടപടി എടുക്കുക? നിങ്ങളുടെ മോൻ എന്നുള്ളതല്ല, ഇതിപ്പോ ഏത് കുട്ടികളായാലും അങ്ങനെ തന്നെ. ഒന്നാമത്തെ ഓൻ എന്തിനാ ഇപ്പൊ സ്കൂളിൽ വരുന്നേ? എത്ര വരെ പഠിച്ച്? 6ാം ക്ലാസ്സിലാണ്. അത് ശരി. അപ്പൊ ഇന്നൊക്കെ കൂടുതൽ പഠിച്ച് അടിച്ചട്ടപ്പോ നമ്മളൊക്കെ ഈ നിലയിലെത്തണേ. ഇനിയിപ്പോ ഓനക്ക് വയറ് പൈക്കുണ്ട് വെച്ചാ ഓനോട് സ്കൂളിൽ ഒരു 10-12 ടൈം അങ്ങോട്ട് പോന്നോളാൻ പറയും. ആ കഞ്ഞും പയറും കയറ്റിട്ട് പോവാ. അതിനിപ്പോ യൂണിഫോം ഒന്നും വേണ്ട, ഒരു തോർത്തു കൊടുത്ത് വന്നാലും മതി. എന്തായാലും ഞാൻ ആ മണ്ടോതിരി ടീച്ചർ ഒന്ന് പോയി കാണട്ടെ. മന്ത്രിയുടെ കയ്യിൽ നിന്ന് മാതൃകാധ്യാപികയ്ക്കുള്ള അവാർഡ് വാങ്ങിയ ആളാണല്ലോ. വാങ്ങിയിട്ടുണ്ട്. ഈ യൂണിഫോമിന്റെ കാര്യം മന്ത്രിയോടൊന്ന് പറഞ്ഞാലോ? അതിപ്പോ മൂപ്പര അവാർഡിന്റെ കാര്യം പറഞ്ഞ മാതിരി ഇപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞാല് എന്റെ കോയാക്ക, ഏത് നിയമം വെച്ച് എന്റെ കുട്ടീനെ ഇറക്കി വിട്ടത് നിൽക്കുന്ന അറിയണ്ടേ? ഞാനില്ല കുട്ടിയുടെ തന്ത. എന്റെ ചെങ്ങായി, സർക്കാർ ഭരണൊക്കെ ടീച്ചറാക്കി വെച്ചേക്കണം. കുട്ടികളുടെ പോക്കറ്റിൽ നിന്ന് കായ് എടുത്തിട്ട് ഗ്രാഫ് മേടിച്ചിട്ട് അതിൽ കളർ മേടിച്ച് കുത്തി വരക്കാനും മാത്രമൊന്നല്ല, ഓലെ ഗുണദോഷിക്കാനും ഇറക്കി വിടാനൊക്കെ അവർക്കും അധികാരമുണ്ട്. എന്നാലും എനിക്കിതൊന്നും അറിയണ്ടേ? നിങ്ങൾ അറിഞ്ഞോളെ.